അനുഗ്രഹീതവും മഹത്വവുമായ ഒരു ദിനമാണല്ലോ ഇന്ന്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണല്ലോ ഇന്ന്. ഈ സുദിനത്തിൽ നബിയുടെ മദഹുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ജനതയെ സംബന്ധിച്ചിടത്തോളം കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിനും ഉറവിടമാണ്. മനുഷ്യർക്കും ജിന്നുകൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ മുത്തുനബി കാരുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് അത് വ്യക്തമാകും. മനുഷ്യനോട് സ്നേഹവും കരുണയും കാണിക്കുന്നത് പോലെ തന്നെ ജീവികളോട് കരുണ കാണിക്കണമെന്നു നബി നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ്. നിങ്ങൾ വളർത്തുന്ന ജീവികൾ വിശന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ യജമാനൻ നാളെ മഹ്ശറയിൽ നിങ്ങളെ ചോദ്യം ചെയ്യുമെന്ന് നബി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ പാടില്ല. ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോൾ ഉറുമ്പുകളെ തീയിട്ട് കൊല്ലുന്നതായി കണ്ടു. ആരാണ് ഇവയെ കരിയിച്ചത് എന്ന് ദേഷ്യത്തോടെ നബി ചോദിക്കുകയും തീ കൊണ്ട് ശിക്ഷിക്കുവാൻ തീയുടെ ഉടമയായ അള്ളാഹുവിന് മാത്രമാണ് അവകാശമുണ്ടെന്ന് പറയുകയും ചെയ്തു. നബിയുടെ പാത പിന്തുടർന്നു ജീവിക്കാൻ നമുക്കും കഴിയട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.